നെക്സ്റ്റ് ഡെഫിനിഷൻ 2.2. നമ്മൾ ഓൾറെഡി ഗാമ എന്നുള്ളൊരു യൂണിറ്റ് സ്പീഡ് കർവ് ആണെങ്കിൽ ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ്, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ ഒരു ആംഗിൾ സൈ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ യുണീക്ക് അല്ല. സൈ ഓഫ് എക്സിൻ്റെ കൂടെ 2πയുടെ ഏതൊരു ഇൻറ്റീരിയർ മൾട്ടിപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ടിങ് ആംഗിളും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ദെൻ അതിനുശേഷം പ്രൊപ്പോസിഷൻ 2.2.1ൽ ഗാമ എന്നുള്ള ഒരു യൂണിറ്റ് സ്പീഡ് കർവിൻ R2, അതുപോലെ തന്നെ അതിൻ്റെ ഡൊമെയിനിലെ ഒരു പോയിൻ്റ് എസ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ട് ഈക്വൽ ടു കോസ് ഓഫ് സൈ നോട്ട് കോമ സൈൻ ഓഫ് സൈ നോട്ട്, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ആംഗിളാണ് സൈ നോട്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് സ്മൂത്ത് ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ നിന്നും ആറിലേക്ക് എക്സിസ്റ്റ് ചെയ്യും, സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻസ് സൈ ഓഫ് എസ് നോട്ട് ഈക്വൽ ടു സൈ നോട്ട് ആൻഡ് ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റ. ഓപ്പൺ ഇൻ്റർവൽ ആൽഫ ബീറ്റയിൽ നിന്നും ആറിലേക്കുള്ള ഈ ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ് ടേണിംഗ് ആംഗിൾ ഓഫ് ഗാമ ഡിറ്റർമിൻ ബൈ ദി കണ്ടീഷൻ സൈ ഓഫ് എസ് നോട്ട് ഈക്വൽ ടു സൈ നോട്ട്. ഇത് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത സൈ നോട്ട് എന്നുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സൈ നോട്ട് എന്നുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് സ്മൂത്ത് ഫംഗ്ഷനും മാറിക്കൊണ്ടിരിക്കും. ദെൻ പ്രൊപ്പോസിഷൻ 2.2.3, ലെറ്റ് ഗാമ എസ് ബി എ യൂണിറ്റ് സ്പീഡ് പ്ലെയിൻ കർവ് ആൻഡ് ലെറ്റ് psi of s be a turning angle for gamma, then kappa is equal to d psi by ds. അതായത് signed curvature is the rate at which the tangent vector of the curve rotates. ഗാമ എസ് എന്നുള്ള ഒരു യൂണിറ്റ് സ്പീഡ് പ്ലെയിൻ കർവ് ആണ്. ദെൻ പ്രീവിയസ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ അതിലെ ആർബിട്രറി ആയിട്ട് അതിൻ്റെ ഡൊമെയിനിലുള്ള ആർബിട്രറി ആയിട്ട് ഒരു പോയിൻ്റ് എസ് നോട്ട് ചൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ ഡോട്ട് ഓഫ് എസ് നോട്ട് ഈക്വൽ ടു കോസ് ഓഫ് സൈ നോട്ട് കോമ സൈൻ ഓഫ് സൈ നോട്ട്, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ആംഗിളാണ് സൈ നോട്ട് എന്ന് വിചാരിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ആംഗിൾ എക്സിസ്റ്റ് ചെയ്യും, അത് യുണീക്ക് അല്ല എന്ന് മാത്രം. ദെൻ ആ ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ എന്നുള്ള കർവിന് ഒരു ടേണിംഗ് ആംഗിൾ ഉണ്ടായിരിക്കും. അത് ആ ചൂസ് ചെയ്യുന്ന പോയിൻറ്റിനെയും ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. വേറൊരു പോയിൻറ്റ് ചൂസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്മൂത്ത് ഫംഗ്ഷൻ ചൂസ് ചെയ്താലും അത് മറ്റൊരു ടേണിംഗ് ആംഗിൾ ആയിരിക്കും ഗാമയുടെ. സോ ഇവിടെ തന്നിട്ടുള്ളത് സൈ എന്നുള്ളത് ഗാമയുടെ ഏതെങ്കിലും ഒരു ടേണിംഗ് ആംഗിൾ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സൈൻഡ് കർവേച്ചർ കാപ്പ എസ് എന്നുള്ളത് ഡി സൈ ബൈ ഡി എസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാൻജൻ വെക്റ്റർ ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ദി ഡൊമെയിൻ ഓഫ് ഗാമ. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ് സൈ. ടാൻജൻ വെക്റ്റർ ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ദി ഡൊമെയിൻ ഓഫ് ഗാമ. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ് സൈ. അതായത് ടാൻജൻ വെക്റ്റേഴ്സിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്മൂത്ത് ഫംഗ്ഷനാണ് സൈ. സോ ഡി സൈ ബൈ ഡി എസ് എന്നുള്ളത് ടാൻജൻ വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന റേറ്റ് ആണ്. സോ സൈൻഡ് കർവേച്ചർ കാപ്പ ഇസ് ഈക്വൽ ടു റേറ്റ് അറ്റ് വിച്ച് ദി ടാൻജൻ വെക്റ്റർ ഓഫ് ദി കർവ് റൊട്ടേറ്റ്സ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. സൈ എന്നുള്ളത് ഗാമയുടെ ഒരു ടേണിംഗ് ആംഗിൾ ആയതുകൊണ്ട് പ്രീവിയസ് പ്രൊപ്പോസിഷനിൽ നിന്നും ഗാമ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ദി ഡൊമെയിൻ ഓഫ് ഗാമ. അതുപോലെ ഇവിടെ ഗാമ എന്നുള്ള യൂണിറ്റ് സ്പീഡ് കർവ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഗാമ ഡോട്ട് ഓഫ് എസ് എന്നുള്ളത് യൂണിറ്റ് ടാൻജൻ വെക്റ്റർ ടി ആയിരിക്കും. സോ യൂണിറ്റ് ടാൻജൻ വെക്റ്റർ ടി ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ്. അതുപോലെ തന്നെ യൂണിറ്റ് ടാൻജൻ വെക്റ്ററിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് സൈൻഡ് യൂണിറ്റ് നോർമൽ എൻ എസ് കിട്ടുന്നത്. സോ ടി എന്നുള്ള യൂണിറ്റ് വെക്റ്ററിനെ π/2 ഡിഗ്രിയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെക്റ്റർ മൈനസ് സൈൻ ഓഫ് സൈ ഓഫ് എസ് കോമ കോസ് ഓഫ് സൈ ഓഫ് എസ്. കാരണം കോസ് ഓഫ് സൈ ഓഫ് എസ് പ്ലസ് π/2 എന്നുള്ളത് മൈനസ് സൈൻ ഓഫ് സൈ ഓഫ് എസ് ആണ്. അതുപോലെ സൈൻ ഓഫ് സൈ ഓഫ് എസ് പ്ലസ് π/2 എന്നുള്ളത് കോസ് ഓഫ് സൈ ഓഫ് എസ് ആണ്. നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. കോസ് ഓഫ് π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. അതുപോലെ സൈൻ ഓഫ് π/2 പ്ലസ് തീറ്റ ഈക്വൽ ടു cos theta. So signed unit normal n is equal to minus sin of psi of s comma cos of psi of s. Then t dot എന്നുള്ളത് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് എസ് ആണ്. അത് ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ അത് വരുന്നത് മൈനസ് സൈൻ ഓഫ് സൈ ഓഫ് എസ് ഇൻറ്റു സൈ ഡോട്ട് ഓഫ് എസ് കോമ കോസ് ഓഫ് സൈ ഓഫ് എസ് ഇൻറ്റു സൈ ഡോട്ട് ഓഫ് എസ്. അതിൽ നിന്നും സൈ ഡോട്ട് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ടി ഡോട്ട് അതല്ലെങ്കിൽ ഗാമ ഡബിൾ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു സൈ ഡോട്ട് ഇൻറ്റു മൈനസ് സൈ ഓഫ് എസ് കോമ കോസ് ഓഫ് സൈ ഓഫ് എസ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാമ ഡബിൾ ഡോട്ട് ഓഫ് എസ് എന്നുള്ളത് കാപ്പ എസ് ഇൻറ്റു എൻ എസ് ആണ്. സോ അതിൽ നിന്നും
kappa s into ns equal to psi dot into minus I of s comma cos of psi of s. Then ns എന്നുള്ളത് minus I of s comma cos of psi of s ആണ്. സോ kappa s into ns എന്നുള്ളത് kappa s into minus sinus phi of s comma cos of psi of s. അതിൽ നിന്നും kappa s equal to psi dot, അതായത് kappa s equal to d psi by ds. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി സൈൻഡ് കർവേച്ചർ ഓഫ് ദി കാറ്റനറി ഗാമ ഓഫ് ടി ഈക്വൽ ടു ടി കോമ കോസ് എച്ച് ടി. സോ ഗാമ ഓഫ് ടി ഈക്വൽ ടു ടി കോമ കോസ് എച്ച് ടി എന്നുള്ള കേവിൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്ലെയിൻ കേവ് ആണ്. ദെൻ ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് 1 കോമ സൈൻ എച്ച് ടി. സോ ഗാമ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 വെക്റ്റർ ഫോർ ഓൾ ടി ബിലോങ്സ് ടു ദി ഡൊമെയിൻ ഓഫ് ഗാമ. അതിൽ നിന്നും ഗാമ എന്നുള്ള കേവ് റെഗുലർ ആണ് എന്ന് കിട്ടും. ദെൻ നോം ഓഫ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി. 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി എന്നുള്ളത് കോസ് എച്ച് സ്ക്വയർ ടി ആണ്. സോ റൂട്ട് ഓഫ് കോസ് എച്ച് സ്ക്വയർ ടി വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എച്ച് ടി. സോ നോം ഓഫ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് 1 അല്ല, അതിൽ നിന്നും അത് യൂണിറ്റ് സ്പീഡ് കേവ് അല്ല. പക്ഷേ ഗാമ എന്നുള്ളത് റെഗുലർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്നും അതിനൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻഡ് കർവേച്ചർ എന്താണോ അത് തന്നെയായിരിക്കും ഗാമ എന്നുള്ള കേവിൻ്റെ സൈൻഡ് കർവേച്ചറും. ദെൻ നമുക്കതിൻ്റെ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. ആർബിട്രറി ആയിട്ടൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ. ഇവിടെ ഗാമ ഓഫ് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി കോസ് എച്ച് ടി ഡി ടി. കോസ് എച്ച് ടിയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് സൈൻ എച്ച് ടി. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് ടി മൈനസ് സൈൻ എച്ച് 0. ദെൻ സൈൻ എച്ച് 0 എന്നുള്ളത് 0 ആണ്. അതിൽ നിന്നും എസ് ഈക്വൽ ടു സൈൻ എച്ച് ടി. സോ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഈക്വൽ ടു സൈൻ എച്ച് ടി ആണ്. ദെൻ ഗാമ എന്നുള്ളത് റെഗുലർ കേവ് ആയതുകൊണ്ട് അതിനൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഗാമ ടിൽഡ എന്ന് വിചാരിക്കുക. അതായത് ഗാമ എന്നുള്ള കേവിൻ്റെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആണ് ഗാമ ടിൽഡ. ദെൻ ഗാമ ടിൽഡ ഒരു യൂണിറ്റ് സ്പീഡ് കേവ് ആയതുകൊണ്ട് ഗാമ ടിൽഡ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ്. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ ഒരു ടേണിംഗ് ആംഗിൾ സൈ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഗാമ എന്നുള്ള കേവിൻ്റെ ഒരു യൂണിറ്റ് സ്പീഡ് റീപാരാമീറ്ററൈസേഷൻ ആണ് ഗാമ ടിൽഡ എന്നുള്ളത് കൊണ്ട് ഗാമ ടിൽഡ എന്നുള്ള കേവ് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ഗാമ എന്നുള്ള കേവ് തന്നെയാണ് കിട്ടുക. അതായത് ഗാമയുടെ ഡൊമൈനിൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് ടി നോട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഓഫ് ടി നോട്ട് ഈക്വൽ ടു ഗാമ ടിൽഡ ഓഫ് എസ് നോട്ട്. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ ഗാമ ടിൽഡയുടെ ഡൊമൈനിൽ നിന്നും ഒരു പാരാമീറ്റർ വാല്യൂ എസ് നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഏതൊരു പോയിൻറ്റും ഗാമ എന്നുള്ള കേവിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ പോയിന്റ് കിട്ടുന്ന വിധത്തിൽ ഒരു പാരാമീറ്റർ വാല്യൂ ഗാമ ടിൽഡയുടെ ഡൊമൈനിലും എക്സിസ്റ്റ് ചെയ്യും. രണ്ട് കേവ്സും ജോമെട്രിക്കലി സെയിം ആയതുകൊണ്ട് കേവിൽ ആർബിട്രറി ആയിട്ടൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പാരാമീറ്ററൈസ് കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ടാൻജൻ ലൈനും സെയിം തന്നെ ആയിരിക്കും. അതായത് അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാമ ഓഫ് ടി നോട്ടും ഗാമ ടിൽഡ ഓഫ് എസ് നോട്ടും ഈക്വൽ ആണെങ്കിൽ ഗാമ ഓഫ് ടി നോട്ടിലുള്ള ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് തന്നെയായിരിക്കും ഗാമ ടിൽഡ ഓഫ് എസ് നോട്ടിലുള്ള ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പും. ദെൻ ഗാമ ടിൽഡ ഡോട്ട് ഓഫ് എസ് ഈക്വൽ ടു കോസ് ഓഫ് സൈ ഓഫ് എസ് കോമ സൈൻ ഓഫ് സൈ ഓഫ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ദി ഡൊമൈൻ ഓഫ് ഗാമ ടിൽഡ. ഈ ഒരു കണ്ടീഷൻ നമുക്കുണ്ട്. അവിടെ സൈ എന്നുള്ള ആംഗിൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിലുള്ള ടാൻജൻ ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. സോ അതിൻ്റെ ടാൻ വാല്യൂ ആയിരിക്കും ആ ലൈനിൻ്റെ സ്ലോപ്പ്. അതിൽ നിന്നും ഗാമ ടിൽഡ എന്നുള്ള കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് വരുന്നത് ടാൻ സൈ ആണ്. അതുപോലെ ഗാമ എന്നുള്ള പാരാമീറ്ററൈസ്ഡ് കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാൻജൻ വെക്റ്റർ വരുന്നത് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു 1 കോമ സൈൻ എച്ച് ടി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് ടി നോട്ടിൽ അതിൻ്റെ ടാൻജൻ വെക്റ്റർ വരുന്നത് ഗാമ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 1 കോമ സൈൻ എച്ച് ടി നോട്ട്. ദെൻ ആ പോയിന്റിലുള്ള ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എ ഐ പ്ലസ് ബി ജെ അതല്ലെങ്കിൽ വെക്റ്റർ എ കോമ ബിയോട് പാരലലായിട്ടുള്ള ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി കോമ വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി. ഗാമ എന്നുള്ള ആറ്റുള്ള ഒരു കർവ് ആയതുകൊണ്ട് ഗാമ ഓഫ് ടി ഈക്വൽ ടു സം ഗാമ 1 ഓഫ് ടി കോമ ഗാമ 2 ഓഫ് ടി ഒരു ഫോമില ആയിരിക്കും. സോ ഗാമ ഓഫ് ടി നോട്ട് എന്നുള്ളത് ഗാമ 1 ഓഫ് ടി നോട്ട് കോമ ഗാമ 2 ഓഫ് ടി നോട്ട്. അതുപോലെ തന്നെ ആ പോയിന്റിലുള്ള ടാൻജൻ വെക്റ്റർ ഇതുപോലെയാണ് വരുന്നത് ഗാമ ഡോട്ട് ഓഫ് ടി നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1 കോമ സൈൻ എച്ച് ടി നോട്ട്. സോ ഇത് ടാൻജൻ വെക്റ്ററിനോട് പാരലലായിരിക്കും. അതുപോലെ തന്നെ ഗാമ ഓഫ് ടി നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യും. അതിൽ നിന്നും ആ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു
ഗാമ 1 ഓഫ് ടി നോട്ട് പ്ലസ് 1 ഇൻറ്റു ടി, കോമ y ഈക്വൽ ടു ഗാമ 2 ഓഫ് ടി നോട്ട് പ്ലസ് സൈൻ എച്ച് ടി നോട്ട് ഇൻറ്റു ടി. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു സം എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി. ഈ ഒരു ഫോമിലാണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് വരുന്നത് dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇവിടെ dy ബൈ ഡി ടി എന്നുള്ളത് സൈൻ എച്ച് ടി നോട്ടാണ്. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളത് 1 ആണ്. സോ ആ ലൈനിൻ്റെ സ്ലോപ്പ് വരുന്നത് സൈൻ എച്ച് ടി നോട്ട് ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ എച്ച് ടി നോട്ട്. സോ ജനറലായിട്ട് പറയുമ്പോൾ ഗാമ ഓഫ് ടി എന്നുള്ള പോയിന്റിലുള്ള ടാൻജൻ ലൈനിൻ്റെ സ്ലോപ്പ് വരുന്നത് സൈൻ എച്ച് ടി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പാരാമീറ്ററൈസ്ഡ് കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജൻ ലൈൻസിൻ്റെയും സ്ലോപ്പ് സെയിം തന്നെ ആയിരിക്കും. സോ അതിൽ നിന്നും ടാൻ സൈ ഈക്വൽ ടു സൈൻ എച്ച് ടി. സൈൻ എച്ച് ടി എന്നുള്ളത് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ആണ്. സോ അതിൽ നിന്നും ടാൻ സൈ ഈക്വൽ ടു എസ്. ദെൻ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീക്സ് സ്ക്വയർ സൈ ഓഫ് എസ് ഇൻറ്റു സൈഡ് ഔട്ട് ഓഫ് എസ് ഈക്വൽ ടു 1. അതിൽ നിന്നും സൈഡ് ഔട്ട് ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ സീക്സ് സ്ക്വയർ സൈ ഓഫ് എസ്. ദെൻ നമ്മൾ പ്രീവിയസ് പ്രൊപ്പോസിഷനിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാപ്പ എസ് ഈക്വൽ ടു സൈഡ് ഔട്ട്. അതിൽ നിന്നും കാപ്പ എസ് ഈക്വൽ ടു 1 ബൈ സീക്സ് സ്ക്വയർ സൈ. ദെൻ സീക്സ് സ്ക്വയർ സൈ എന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ സൈ ആണ്. അതിൽ നിന്നും കാപ്പ എസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ സൈ. ദെൻ ടാൻ സൈ എന്നുള്ള എസ് ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. സോ ഗിവൻ കർവിൻ്റെ സൈൻഡ് കർവേച്ചർ കാപ്പ എസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ.